സംസ്ഥാനത്ത് വീണ്ടും പോലീസ് അതിക്രമം. അമ്മയുടെ മുന്നിൽ വെച്ച കുട്ടിയുടെ മുഖത്തടിച്ച പോലീസ് സബ് ഇൻസ്പെക്ടർ. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് സംഭവം. വാഹനം മോഷണം പോയത് പരാതിപ്പെട്ടതിനാണ് വീട്ടിലെത്തി പോലീസ് ക്രൂരത കാട്ടിയത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. എന്നാൽ വീട്ടിലെത്തി അതിക്രമം നടത്തിയത് നെടുമങ്ങാട് പോലീസാണ്. ജനം ബ്രേക്കിംഗ്. ങ്ങളുമായി വിനീഷ് ഉണ്ട്. വിനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനം മോഷണം പോയി എന്ന് പരാതിപ്പെട്ടതിന് വീട്ടിൽ കയറി പോലീസ് ഇത്തരത്തിലുള്ള ഒരു കടത്തം കാട്ടിയത്? തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് സംഭവം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് 2 ദിവസം മുമ്പ് ഈ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. തന്റെ വാഹനം മോഷണം പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതി നൽകി 2 ദിവസത്തിനകം തന്നെ പോലീസ് അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം നടത്താനായി എത്തിയത് നെടുമങ്ങാട് പോലീസായിരുന്നു. നെടുമങ്ങാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ ഒരു ഇടപെടൽ തന്നെയാണ് ആ കുടുംബത്തിനെ നേരിടേണ്ടി വന്നത്. പ്രധാനമായും ആ കുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നത് ഇത്തരത്തിലാണ്. വീട്ടിന്റെ മുൻവശത്ത് ഇവരിയ്ക്കുമ്പോൾ രാത്രി 11 മണിയോടുകൂടി, കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. 2 പേർ പോലീസ് യൂണിഫോമിലും മറ്റൊരാൾ സാധാരണ സിവിൽ ഡ്രസ്സിലുമാണ് എത്തിയത്. അതിനുശേഷം ഈ സിവിൽ ഡ്രസ്സിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ വീട്ടിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തി അതിക്രൂരമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അസഭ്യം പറയുകയും തൻ്റെ 16 വയസ്സായ മകനെ കഴുത്തിൽ കുത്തനെ പിടിച്ചു കൊണ്ടുപോയി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ്റെ മുഖത്തടിച്ചതിന് ശേഷം ആ കുട്ടിക്കെതിരെ അതിക്രൂരമായി തന്നെ അസഭ്യം വിളിക്കുന്ന ഒരു സാഹചര്യം. നീയല്ലേ ഈ ഒരു വാഹനം മോഷ്ടിച്ചു വിറ്റത് എന്ന് ആ കുട്ടിയോട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ഒരു സാഹചര്യം. അതിനുശേഷം നീ കഞ്ചാവ് കേസിൽ പ്രതിയാണ്, നിനക്ക് കഞ്ചാവ് വിൽപ്പനയില്ലേ? അങ്ങനെ വാദിയെ തന്നെ പ്രതിയാക്കുന്ന ഒരു പോലീസിനെയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിച്ചത്. കാരണം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഓസ്റ്റിൻ എത്തി ഈ കുട്ടിക്കെതിരെ അതിക്രമം നടത്തുന്നു, കുടുംബത്തിനെ അസഭ്യം പറയുന്നു. എന്തിനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ക്രൂരമായ ഒരു ഇടപെടൽ ഉണ്ടായത് എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. യാതൊരു പ്രകോപനവും തീരാതെ പോലീസിന്റെ അതിക്രൂരത തന്നെയാണ് ആ കുട്ടിയോട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുട്ടിയുടെ മുഖത്തടിച്ചതിന് ശേഷം മുഖം വലിയ രീതിയിൽ നീര് കെട്ടിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് സമീപ പ്രദേശത്തെ റബ്ബർ കാട്ടിലേക്ക് ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയി അവിടെ വെച്ചും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കുടുംബം പൂർണ്ണമായും തന്നെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ക്രൂരത തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ഈ പരാതി നൽകുന്ന സമയത്ത് പോലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഇത്തരത്തിലാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ CI വിളിച്ച് ഈ ഒരു കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമവും നടത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം പോലീസിന്റെ അതിക്രമം ഇത്തരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ വാദിയെ പ്രതിയാക്കുന്ന പോലീസിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു കേസ്, പ്രത്യേകിച്ച് തന്റെ വാഹനം മോഷണം പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ കേസിൽ അവരെ തന്നെ പ്രതിയാക്കുന്ന പോലീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കുട്ടിയെയും വീട്ടുകാരെയൊക്കെ ഇത്തരത്തിൽ അസഭ്യം പറയും, അതിക്രമവും കുട്ടിയെ അതിക്രൂരമായും മർദ്ദിച്ചതിന് ശേഷം പോലീസ് ഇതിനെ ഒരു സമന്വയത്തിലൂടെ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തോട് നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഓസ്റ്റിനെതിരെ ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. പോലീസിന്റെ അതിക്രൂരത തന്നെയാണ് ആ വീട്ടിൽ കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അമ്മയുടെ മുഖത്ത് നോക്കിയും അതിക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ അസഭ്യം പറയുന്ന ഒരു കാഴ്ച ഉണ്ടായി. അത്തരത്തിൽ അസഭ്യം പറഞ്ഞു എന്ന ഒരു കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ബൈക്ക് പന്തളത്ത് നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ ബൈക്ക് പന്തളത്ത് നിന്ന് കണ്ടെത്തുകയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നെ ഈ വീട്ടിൽ കയറി അതിക്രമം നടത്തിയതിൽ ക്ഷമാപണവുമായി എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു തരത്തിലും അത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അംഗീകരിക്കാൻ സാധിക്കില്ല, ക്ഷമാപണം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അതിക്രൂരമായും വളരെ മോശവുമായും വീട്ടിനുള്ളിൽ കയറി തൻ്റെ മകന്റെ കഴുത്തിന് കുത്തിന് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് പോകുന്നു, കർണത്തടിക്കുന്നു. തൊട്ടടുത്ത സമീപ പ്രദേശത്തെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചും തൻ്റെ മകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ കാടത്തം തന്നെയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം വെഞ്ഞാറമൂടിലാണ് ഇത്തരത്തിൽ പോലീസ് അതിക്രമം നടത്തിയത്. അമ്മയുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയുടെ മുഖത്തടിച്ച് പോലീസ് ഇൻസ്പെക്ടർ കുട്ടിയുടെ മുഖത്തടിച്ചത്. വാഹനം മോഷണം പോയത് പരാതിപ്പെട്ടതിനാണ് വീട്ടിലെത്തി പോലീസ് ക്രൂരത കാട്ടിയത്.